മന്ത്രി കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിനാണ്. മുൻ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ് നയം വ്യക്തമാക്കി. അങ്ങനെ കാത്തിരുന്ന ആ പ്രഖ്യാപനവും വന്നു. ഇടതുമുന്നണിക്ക് പിന്തുണയും കിട്ടി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നടത്തിയ രാഷ്ട്രീയ പൊതുയോഗത്തിലായിരുന്നു ഗോപിനാഥിൻ്റെ നിലപാട് പ്രഖ്യാപനം നടത്തിയത്. തൻ്റെ പരിപൂർണ പിന്തുണ LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനാണെന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് മാനസിക രോഗമാണ്. 2021 പാർട്ടി വിട്ട തന്നെ 2024 കോൺഗ്രസ് പുറത്താക്കി. പെരിങ്ങോട്ടുകുറിശ്ശിയുടെ മനസ്സ് കെ രാധാകൃഷ്ണനൊപ്പമാണ്. ആലത്തൂർ MPക്ക് 25 കോടി കിട്ടിയിട്ടും 1 ലക്ഷം പോലും പെരിങ്ങോട്ടുകുറിശ്ശിക്ക് കിട്ടിയില്ല. പെരിങ്ങോട്ടുകുറിശ്ശിക്ക് കൈത്താങ്ങായത് മുഖ്യമന്ത്രിയും AK ബാലനുമാണ്. AK ബാലൻ മന്ത്രിയായപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയെ ചേർത്തു പിടിച്ചു. പ്രസംഗത്തിനിടെ AV ഗോപിനാഥ് വികാരഭരിതനായി. കോൺഗ്രസിനെ താൻ 60 വർഷത്തോളം സ്നേഹിച്ചു, എന്നാൽ കോൺഗ്രസ് തന്നെ വേട്ടയാടി. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ കോൺഗ്രസിന് കെട്ടിവെച്ച കാശ് കിട്ടില്ലെന്നും AV ഗോപിനാഥ് തുറന്നടിച്ചു. ആലത്തൂർ മണ്ഡലത്തിലെ പെരിങ്ങോട്ടുകുറിശ്ശി, തരൂർ, കണ്ണമ്പ്ര മേഖലയിലെ വോട്ടുകളിൽ ഏറെ സ്വാധീനമുള്ള നേതാവാണ് മുൻ MLAയും DCC പ്രസിഡന്റുമായിരുന്ന AV ഗോപിനാഥ്. കോൺഗ്രസിനകത്തെ വിഭാഗീയതയെ തുടർന്നാണ് AV ഗോപിനാഥ് കോൺഗ്രസ് വിട്ടത്. പെരിങ്ങോട്ടുകുറിശ്ശി ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളും AV ഗോപിനാഥിൻ്റെ നിലപാടിനൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചു. ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ ഇക്കുറി ഇടതുമുന്നണി വിജയക്കൊടി പാറിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിറ്റിംഗ് MPമാരായ രമ്യ ഹരിദാസനും VK ശ്രീകണ്ഠനും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് AV ഗോപിനാഥ്. പാലക്കാട് പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനെ ഇക്കുറി CPM കളത്തിലിറക്കിയത് തന്നെ ഈ അനുകൂല സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് വിജയിക്കാമെന്ന കണക്കൂട്ടലിലാണ്. കടുത്ത രാഷ്ട്രീയ മത്സരത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ CPMന്. 2019 കൈക്കലാക്കിയ പാലക്കാടൻ കോട്ട നിലനിർത്താൻ കോൺഗ്രസിലെ VK ശ്രീകണ്ഠനും പിടിച്ചെടുക്കാൻ CPMലെ A വിജയരാഘവനും താമര വിരിയിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറും ഇറങ്ങുമ്പോൾ പാലക്കാട്ടെ മത്സരച്ചൂട് 45 ഡിഗ്രി വേനൽ ചൂടിനേക്കാളും മറികടന്നു.